ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ സുഖമാണല്ലോ അല്ലേ? ഞാൻ ഓർക്കാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ആ ഡോക്ടർ പറയുകയാണ് ചെറിയ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ എന്തോന്ന് വിളിയൊക്കെയെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ ഒന്നൊരു വിളിക്കാം. കുഞ്ഞുങ്ങളെ പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈശോയ്ക്ക് വലിയ ഇഷ്ടമാണ്, അച്ഛന് ഇഷ്ടമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മുടെ സഹോദരങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത പോലത്തെ ഒരു നിഷ്കളങ്കത നമുക്ക് വരികയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിന്ന് ഖത്തറിലേക്കുള്ള നാളെ യാത്ര, അപ്പം അതിനുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇന്ന് നമുക്കൊരു നന്മറിഞ്ഞവന് ചെല്ലി നാളെ ഞായറാഴ്ച അഭിഷേകാഗ്നി ശുശ്രൂഷ, ഞായറാഴ്ച 8:30 മണിക്ക് ശാലോം TV-യിൽ അത് കാണണം. നാളത്തെ വിഷയം സൂപ്പർ വിഷയം, നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടും. മറ്റുള്ളവരെ മനസ്സുകൊണ്ട് വിധിക്കുന്ന സ്വഭാവം എങ്ങനെ മാറ്റാം. നല്ലൊരു വിഷയമാണ്. നമുക്കുള്ളിൽ അങ്ങനത്തെ സംഭവം ചുമ്മാ വിധി വരും, എങ്ങനെ മാറ്റാമെന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേൾക്കണം കേട്ടോ. നമുക്കൊരു നന്മറിഞ്ഞ ചില അഭിഷേകം കാണുന്ന ഓരോരുത്തർക്കും അനുഗ്രഹം ഉണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് തീവ്രവേദന വരുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള തീവ്രവേദനകൾ വരാം അല്ലേ? ഇപ്പോൾ ശരീരത്തിൽ രോഗം വരുമ്പോൾ തീവ്രത വേദന വരാം, മനസ്സിന് ഭയങ്കര അങ്ങോട്ടൊരു വേദന വരാം, തീവ്രമായിട്ട് മനസ്സങ്ങോട്ട് വിഷമിക്കുക, വേദന, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരാം. ലൂക്ക 22:44 ബേസ് ചെയ്തുകൊണ്ടാണ് വചനം. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 22:44. ഈശോയുടെ ജീവിതത്തിൽ ഇത് വന്നപ്പോൾ ഈശോ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ലൂക്ക 22:44 വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവൻ്റെ വേർപ്പ് തുള്ളികൾ, പിന്നെ രക്തത്തുള്ളികൾ നിലത്ത് എന്നൊക്കെ പറയുന്ന വചനങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ ആദ്യ ഭാഗം എടുക്കുകയാണ്. ആദ്യ ഭാഗം തന്നെ എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ തീവ്രവേദന വന്നപ്പോൾ ഈശോ ചെയ്ത കാര്യം കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. നമുക്കുണ്ടാകുന്ന ഒരു അപകടം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മനസ്സിന് ഭയങ്കര വേദന വരുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് ഇപ്പോൾ ഭയങ്കരമായിട്ട് തകർന്ന പല പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, മാനസികമായ വേദനകളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളെ ഞാൻ കാണുമ്പോൾ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു വരും. ഞാൻ നിങ്ങളെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ അച്ഛൻ പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല, പണ്ടത്തെ പ്രാർത്ഥന പോലും ഇല്ല. സത്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമുക്കൊരു തീവ്ര വേദന വരുമ്പോൾ എന്താ ചെയ്യണം? നിലവിലുള്ള പ്രാർത്ഥന പോരാ, അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥന കൂട്ടണം. ഈശോ ചെയ്ത കാര്യം എന്താ? ആ തീവ്ര വേദന മുഴുകിയപ്പോൾ കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെയാണ് നമ്മുടെ പരാജയത്തിൻ്റെ ഒരു കാരണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ തണുപ്പ് വരുന്ന സമയത്ത് തണുപ്പിന് പിന്നെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ തണുപ്പിന് ചെറുക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ നമ്മൾ എടുത്ത് ധരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ വരുമ്പോൾ അതിനനുസരിച്ച് പ്രയർ കൂട്ടണം. അതിന് നമ്മൾ എന്നാ ചെയ്യും? അതിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ഉറക്കവും സങ്കടവും പ്രാർത്ഥനയില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചെടുക്കണം. തീവ്രവേദന വരുന്നുണ്ടോ കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ അളവ് നോക്കണം. അപ്പോൾ ഒരു കൊന്ത ചെല്ലിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് പറ്റിയല്ലോ, 2, 3, 4, 5 അങ്ങ് പിടിക്കണം അല്ലേ? പിന്നെ ആരാധനയ്ക്ക് പോകണം, അടുക്കളയിൽ കുമ്പസാരിക്കണം, അങ്ങനെ പ്രയർ അങ്ങോട്ട് കൂടണം അല്ലേ? ആ വചനത്തെ നമുക്ക് അങ്ങനെ നമുക്ക് എടുക്കാം. പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടുന്ന് വലിയ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ, അവിടുന്ന് വലിയ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ, അവിടുന്ന് വലിയ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, നാളത്തെ അഭിഷേകാഗ്നി കൂടാൻ നിങ്ങൾക്കൊരു അവസരം ഉണ്ടാകട്ടെ. നാളെ ആ സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് കേൾക്കാൻ ഇടവരട്ടെ എന്ന് പറയും. ആ ഒരു മേഖല വിടുതലുണ്ടാകട്ടെ. ഒപ്പം തന്നെ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് കൂടുതൽ തീക്ഷ്ണമായിട്ട് തീവ്രവേദനയിൽ പ്രാർത്ഥിക്കാനൊരു കൃപ ഓരോരുത്തരും വന്ന് നിറയട്ടെ. ഈശോ ഈ ആശീർവാദം കൊടുക്കുമ്പോൾ ഇതുപോലെ മനസ്സിന് വിഷമോ സങ്കടം കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ സങ്കടപ്പെട്ട് മനസ്സിൽ ഡിമ്മായിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളെ ശല്യം ചെയ്യുന്ന വിഷാദം, നിരാശ, കുറ്റബോധം, ഭയം, ആകുലത, ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ള ചിന്തകൾ, അങ്ങനത്തെ എല്ലാ പൈശാചിക സ്വാധീനങ്ങൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.